ഹലോ ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്നാൽ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ആ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം. ഒരു ഫോർക്കോ ഒരു മാഷറോ കൊണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മിക്സ് വീതം കയ്യിലെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് ഫിംഗർ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെച്ച് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ഒന്ന് ഫിംഗർ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. കുറച്ച് മിക്സ് വീതം കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ച് നല്ല നീളത്തിലൊന്ന് ഉരുട്ടിയിട്ടെടുക്കാം. രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഇവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പുറം കരിഞ്ഞിട്ട് അകം വേഗത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു വശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചും തിരിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. രണ്ട് വശവും നന്നായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം.
അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പൊട്ടാറ്റോ സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്